കഴിഞ്ഞ ദിവസം മോർഗേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇൻഷുറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെയിൻലി യു കെയിൽ നമ്മൾക്ക് 3 ടൈപ്പ് പ്രൊട്ടക്ഷനാണ് മെയിൻലി ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അനേകം സംഭവങ്ങളുണ്ട്, അനേകം ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുമുണ്ട്. എങ്കിലും 3 ടൈപ്പ് ഇൻഷുറൻസിനെ കുറിച്ചാണ് മെയിൻലി ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ലൈഫ് കവർ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. മെയിൻലി അത് ഡെത്ത് കവറാണ് അതിൻ്റെ അകത്ത് കവറാകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡെത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മൾ ട്രസ്റ്റി അല്ലെങ്കിൽ ബെനിഫിഷ്യറിക്ക് ആ എമൗണ്ട് എത്രയാണോ നമ്മുടെ ലൈഫ് കവർ അത്രയും പേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലൈഫ് കവർ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ അല്ലെങ്കിൽ സീരിയസ് ഇൽനസ് കവർ എന്ന് പറയും. അത് മെയിൻലി ഇൽനസ്സിനാണ് കവറാകുന്നത്. അപ്പം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കവർ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്രിട്ടിക്കൽ ഇൽനസ് കവർ എടുക്കുന്നത്. ഇതുപോലെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇൻകം പ്രൊട്ടക്ഷൻ കവർ. ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാലറിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവറാണ്. അപ്പോൾ ഈ പല ആൾക്കാരും ചോദിക്കും ഫുൾ ഇൻകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. മെയിൻലി നമ്മുടെ സാലറിയുടെ 50 to 60% ആണ് പല കമ്പനികളും കവറാകുന്നത്. എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സിക്നെസ്സോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള സിക്നെസ്സോ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഇൻകം പ്രൊട്ടക്ഷൻ കവർ വർക്കൗട്ട് ആവുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ലൈഫ് കവർ എന്നാണ്. അപ്പോൾ ഈ ലൈഫ് കവറിനെ കുറിച്ച് പറയുമ്പോൾ അത് മെയിൻലി ഡെത്ത് കവറാണ് വരുന്നത്. ഡെത്ത് കവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പല ആൾക്കാരും ചോദിക്കും എന്തൊക്കെ ഡെത്താണ് വരുന്നത്. എനി കൈൻഡ് ഓഫ് ഡെത്ത് അതിനകത്ത് വിടും. അസുഖം വന്നിട്ടുള്ള ഡെത്തോ, പ്രായമായിട്ടുള്ള ഡെത്തോ, ആക്സിഡൻ്റൽ ഡെത്തോ, ഈവൻ സൂയിസൈഡ് പോലും പെടും. സൂയിസൈഡിനൊക്കെ പല കമ്പനികളും 1 year എക്സംഷൻ ഉണ്ട്. ആ 1 yearന് ശേഷമേ അവർ കവർ ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ ഡെത്തുകളും അതിൻ്റെ അകത്ത് പെടും. നമ്മൾ ഈ പോളിസി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു ബെനിഫിഷ്യറി വെക്കും. സാധാരണ ഭർത്താവാണെങ്കിൽ ഭാര്യേനെയോ അല്ലെങ്കിൽ മക്കളെയൊക്കെ ആയിരിക്കും ബെനിഫിഷ്യറി വെക്കുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബെനിഫിഷ്യറിയെ വെക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അവേ അത്രയും പൈസ കമ്പനി ആ ബെനിഫിഷ്യറിക്ക് പേ ഔട്ട് ചെയ്യുന്നതും ആയിരിക്കും. ഇതാണ് മെയിൻലി ലൈഫ് കവർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കവറാണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് പറയും അല്ലെങ്കിൽ സീരിയസ് ഇൽനസ് കവർ എന്ന് പറയും. അത് ഓരോ കമ്പനിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ കമ്പനികളും അതിനെക്കുറിച്ച് പറയുന്നത്. നോർമലി ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കാണ് ഈ കവർ പേ ഔട്ട് ചെയ്യുന്നത്. അതിപ്പം ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതികളൊക്കെ വെച്ച് യു കെയിൽ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിട്ടിക്കൽ ഇൽനസ് ലൈഫ് കവർ പോലെയല്ല. ക്രിട്ടിക്കൽ ഇൽനസിന് കുറച്ചും കൂടെ പ്രീമിയം കൂടുതലായിരിക്കും. എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അതിനവർക്ക് ഓരോ കമ്പനിക്കും കുറച്ച് ലിസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ലിസ്റ്റുകൾ പ്രകാരമുള്ള ക്ലെയിം അല്ലെങ്കിൽ ലിസ്റ്റുകൾ പ്രകാരമുള്ള പേ ഔട്ട് ഓരോ കമ്പനികളും നൽകുന്നതാണ്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖം പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ നമ്മുടെ കവറ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20,000 25,000 30,000 എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ് ടു അത്ര എമൗണ്ട് വരെയും കമ്പനി പേ ഔട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് പറയുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ച പോലെ തന്നെ ചില കമ്പനികൾ സീരിയസ് ഇൽനസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുന്നത്. സീരിയസ് ഇൽനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ബേസിൽ എത്രയാണോ അതിൻ്റെ സിവിയാരിറ്റി, ആ സിവിയാരിറ്റി ബേസ്ഡിൽ കമ്പനി പേ ഔട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ സീരിയസ് ഇൽനസ് കവർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. പല കമ്പനിക്കും പല ലിസ്റ്റുകളുണ്ട്. ചില കമ്പനിക്കാണെങ്കിൽ 50 കണ്ടീഷൻസേ കവർ ആവത്തുള്ളൂ, ചിലത് 100 കവറാവും, ചിലത് 120 കവറാവും, ചിലത് 140 കവറാവും, ചിലത് 170 കവറാവും. ഇങ്ങനെ ഓരോ കമ്പനിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൻ്റെ ലിസ്റ്റാണുള്ളത്. ഈ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഇത്രയും എമൗണ്ട് കമ്പനി പേ ഔട്ട് ചെയ്യും. ഇതാണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് ആണ് ഇൻകം പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത്. ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവറാണ് ഇൻകം പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത്. സാധാരണ എന്തെങ്കിലും ലോങ് ടേം സിക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇൻകം പ്രൊട്ടക്ഷൻ കവർ വർക്കൗട്ട് ആവുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ജോലി പോയിട്ടുണ്ടെങ്കിൽ കവറാവോ? ഇല്ല, ഒരിക്കലും കവറാകത്തില്ല. ജോലി പോകുന്ന കാര്യത്തിൽ കവറാവാനുള്ളതല്ല ഇൻകം പ്രൊട്ടക്ഷൻ. ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സിക്നെസ്സോ അല്ലെങ്കിൽ ലോങ് ടൈം സിക്നെസ്സോ അങ്ങനെ ആക്സിഡൻറ്റ്സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഇൻകം പ്രൊട്ടക്ഷൻ കവർ വർക്കൗട്ട് ആവുന്നത്. സാലറിയുടെ 50 to 60% ആണ് മെയിൻലി എല്ലാ കമ്പനികളും പേ ഔട്ട് ചെയ്യുന്നത്.
അത് എത്ര ഓരോ ടേമും നമ്മളിടും. 1 ഇയർ ആണെങ്കിൽ 1 ഇയർ, 2 ഇയർ എങ്കിൽ 2 ഇയർ, ഇനി എൻഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ ടേം ഇട്ട് അത്രയും നാളും. ചില ആൾക്കാർക്ക് മരിക്കുന്നോടം വരെയൊക്കെ അങ്ങനെ ഇടാനുള്ള സാധ്യത ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇട്ടാൽ അത്രയും കാലം വരെയും കിട്ടാനുള്ള ഒരു ഓപ്ഷനും ഈ ഇൻകം പ്രൊട്ടക്ഷൻ കവറിൽ ഉണ്ട്. UK വരുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട 3 ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. 1 ലൈഫ് കവർ, 2 ക്രിട്ടിക്കൽ ഇൽനസ് കവർ, 3 ഇൻകം പ്രൊട്ടക്ഷൻ കവർ. ഇത് കൂടാതെ തന്നെ മോർഗേജ് പ്രൊട്ടക്ഷൻ, അതൊക്കെ വീട് വാങ്ങുന്ന സമയത്താണ് വേണ്ടത്. മോർഗേജ് പ്രൊട്ടക്ഷൻ, അതുപോലെ നമുക്ക് ഹോം ഇൻഷുറൻസ്, അങ്ങനെ പല ഇൻഷുറൻസുകൾ ഇത് കൂടാതെ ഉണ്ട്. ഈ 3 ഇൻഷുറൻസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈഫ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, ഇൻകം പ്രൊട്ടക്ഷൻ കവറുകൾ. ഇത് 3ഉം ഒരു വ്യക്തിയെ സംബന്ധിച്ച്, UK വരുന്നൊരു വ്യക്തികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസുകളാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞങ്ങൾ ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ പലരും ഞങ്ങളുടെ ക്ലയൻസ് ആണ് ഓൾറെഡി. എന്ത് ലൈഫ് ഇൻഷുറൻസോ, ക്രിട്ടിക്കൽ ഇൽനസോ, ഇൻകം പ്രൊട്ടക്ഷനോ, മറ്റെന്ത് ടൈപ്പ് മോർഗേജ് പ്രൊട്ടക്ഷനോ, മറ്റെന്ത് ഇൻഷുറൻസ് ടൈപ്പിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും നല്ല സർവീസുകളും ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നൽകുന്നതും ആയിരിക്കും എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. Thank you once again, HCA Career Connect, for giving this wonderful opportunity. Thank you all once again.